ഇന്നത്തെ റെസിപ്പി മുട്ടക്കറിയാണ്. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ പറ്റിയ ഒരു കറിയാണിത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു കറി തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം നമുക്കൊരു പാൻ വെച്ച് പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് ഞാൻ ഈ ഒരു കറി തയ്യാറാക്കുന്നത്. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നീളത്തിൽ അരിഞ്ഞ ഒരു സവാള ചേർത്ത് കൊടുക്കാം. ഈ ഒരു സവാള ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പച്ചമുളക് ചെറുതായി അരിഞ്ഞതാണ്. ഈ ഒരു പച്ചമുളക് ഇതിലേക്ക് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ്. ഞാനിവിടെ ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളി എടുക്കുമ്പം ചെറിയ തക്കാളി തന്നെ എടുക്കുക. കാരണം വലിയ തക്കാളി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കറിക്ക് പുളി കുറച്ച് കൂടുതലായിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് ചെറിയ തക്കാളി തന്നെ എടുക്കാം. ഈ ഒരു തക്കാളിയും കൂടി ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തക്കാളിയും സവാളയും ഞാനിവിടെ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് അണ്ടിപ്പരിപ്പാണ്. ഞാനിവിടെ 10 അണ്ടിപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയും അണ്ടിപ്പരിപ്പും തക്കാളിയിലും ഞാനിവിടെ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ തക്കാളിൻ്റെ സവാളൻ്റെ ചൂടൊന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിത് ആദ്യം വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കുന്നത്. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു അണ്ടിപ്പരിപ്പിൽ നന്നായിട്ട് അരഞ്ഞു കിട്ടുകയുള്ളൂ. അപ്പം ഞാനിവിടെ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അതായത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുക്കണം. തേങ്ങയുടെ 1-ാം പാലാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഈ ഒരു കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് നമുക്കിതിനെ വീണ്ടും നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ സവാളയും തക്കാളിയും വഴറ്റിയ അതേ പാനിലേക്ക് തന്നെ ആവശ്യമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതെല്ലാം നേരത്തെ എണ്ണ ബാക്കിയുണ്ടെങ്കിൽ അതിൽ തന്നെ ചെയ്താൽ മതി. അപ്പം ഞാനിവിടെ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഈ ഒരു പെരിഞ്ജീരകം ഈ ഒരു എണ്ണയിൽ നിന്ന് വറുത്തെടുക്കാം. ഇപ്പം പെരിഞ്ജീരകം നന്നായിട്ട് ഞാൻ എണ്ണയിൽ വറുത്തെടുത്തിട്ടുണ്ട്. ഈ പെരിഞ്ജീരകം എണ്ണയിലിട്ടൊന്ന് വറുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഈ ഒരു എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 മുതൽ 1 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർക്കുക. ഈ ഒരു കറിക്ക് എരിവ് എന്ന് പറയുന്നത് കുരുമുളക് പൊടിൻ്റെ എരിവാണ്. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്തത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് കറി നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഈ ഒരു കറിയിലേക്ക് നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കുരുമുളക് പൊടി ചേർക്കുന്ന സമയത്ത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിനെ തിളപ്പിച്ചെടുക്കാം. ഞാനിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. കറി തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ ഗരം മസാല പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഗരം മസാല പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ചെറുതായി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മുട്ട ചേർക്കാം. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു 3 മുട്ട നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മുട്ട പകുതിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു മുട്ട ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇപ്പം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ കറിക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.